അസ്സലാമു പ്രിയപ്പെട്ടവരെ. ജസ്ല സലീം ഒളിവിലൊന്നും പോയിട്ടില്ല കേട്ടോ. അയാൾ ചുമ്മാ വെറുതെ പറഞ്ഞതാ. അപ്പോൾ നിങ്ങളൊക്കെ ഒളിവിൽ പോയെന്ന് പറഞ്ഞ ജസ്ല സലീം ദാ ലൈവിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ. അത് ജസ്ല സലീം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജസ്ല സലീം ഒളിവിലാണെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോകൾ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ജസ്ല സലീമിൻ്റെ കൂടെ തന്നെയാണ്. ഒരുപാട് ആളുകൾ അന്നം വാങ്ങിക്കാൻ തന്നെയാണ് പല ടൈറ്റിലുകളും എഴുതി വീഡിയോ ചെയ്തത്. നമ്മൾ ശരിയാണെന്ന് തന്നെ പറയും. ബാക്കി കൂടി കേൾക്കാം. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളി കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളി കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളി കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? എൻ്റെ മഹൽ എവിടെയാ മൊയന്തേ? എൻ്റെ മഹൽ വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം, ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും. ജസ്ന മോളെ, നിന്റെ ഈ ഒരു സ്വഭാവമില്ലേ, അതൊന്ന് മാറ്റണം. കുറച്ചൊന്ന് മര്യാദക്ക് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ആ പള്ളി കമ്മിറ്റിക്കാരൻ പറഞ്ഞത് കേൾക്കണോ? അത് കേട്ടോക്ക്. നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അത് അവര് രജിസ്റ്റർ ചെയ്തത് ഞാളെ മഹലിലല്ല, അവർ രജിസ്റ്റർ ചെയ്ത് കുറുവങ്ങാട് മഹലിൽ. നമ്മളെ മഹലിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മഹലായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദർസ് പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ഇത് ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങോട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവരൊക്കെ അതിന്റെ സെക്രട്ടറി ഒക്കെ അതിന്റെ ഏരിയ തന്നെ താമസിക്കുന്നത്. അത് ശരി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ, ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാഅത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരതിനാണ് കാത്തിരുന്നത്. ഇവരുടെ മഹലിൽ തന്നെ പോയിട്ട് പറയണോ? മാവൻചോട്ടിൽ, അല്ലാതെ വേറെ ഏതെങ്കിലും മഹലിൽ പോയിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെ വിളിച്ച് അവരുമായി സംസാരിച്ച് കൈകാര്യം ചെയ്യുക. അത് പറഞ്ഞത് കറക്റ്റാണ്. സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം സ്റ്റോപ്പ്. അതിനുള്ള മറുപടി ഞാൻ തരാം. എന്താണ് മതസ്പർദ്ധ? മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇത്ര നാളും ചെയ്തത് എന്തായിരുന്നു ജസ്ന? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. നീ നിന്റെ ബിസിനസ് നടത്തുവാൻ വേണ്ടി ചെയ്ത പണി, അതിൻ്റെ ഗൗരവം മോൾക്ക് മനസ്സിലാവായിട്ടാണ്. നീ നിന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നീ ഓർക്കണം. നീ നിന്റെ മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് മറ്റൊരു മതത്തെ പുകഴ്ത്തി പറഞ്ഞതും ബഹുമാനിച്ചതും. അത് തന്നെയാണ് മതസ്പർദ്ധ. ഇത് നീ ചെയ്തത് നിന്റെ കച്ചവടം പുരോഗമിപ്പിക്കാനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് കേസ് വന്നത്. മോളെ, നീ ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ഏത് വേഷത്തിൽ നടന്നാലും ഏത് കോലത്തിൽ നടന്നാലും എങ്ങനെ ജീവിച്ചാലും നമുക്കത് വിഷയമേ അല്ല. പക്ഷെ മതത്തെ വ്രണമേൽപ്പിക്കുന്ന പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് ഇടപെടേണ്ടി വരും. അല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് നീ നിന്റെ തോന്നിയ പോലെ ജീവിക്കുന്നതിൽ നമ്മൾ ഇടപെടില്ല. മതത്തെ വ്രണമേൽപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇടപെട്ടത്. അല്ലെന്ന് ജസ്നക്ക് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയെയല്ല ആക്ഷേപിച്ചത്, ഒരു മതസമുദായത്തെയാണ് ആക്ഷേപിച്ചത്.
അതും നീ നിന്റെ മതത്തെ തന്നെയാണ് അവഹേളിച്ചത്. തീരുമാനിച്ചൊരു കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുമോ? ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൊലപാതകികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ചെയ്ത തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ് മോളെ. അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയാണ് നിനക്ക് വേണ്ടത്. ഇനിയെങ്കിലും കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ജസ്ന. നീ ചെയ്തിരിക്കുന്നത് സംഘപരിവാർ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്. അത് തന്നെ ചെയ്തതും. കട്ടവനും കൊലപാതകം ചെയ്തവനും ഇന്ന് നെളിഞ്ഞു നടക്കുന്നു അല്ലേ? അതിനേക്കാൾ വലിയ ഒരു കുറ്റം തന്നെയാണ് ജസ്ന നീ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി നിനക്കില്ലേ? കലാപം, വർഗീയ കലാപമാണ് നീ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ചോദിക്കും, എന്ത് വർഗീയ കലാപമാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? നീ ചെയ്ത വീഡിയോ നീ തന്നെ കണ്ടു നോക്ക്. നീ നിന്റെ മതത്തെ തരം താഴ്ത്തിയാണ് നീ നിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. നിന്നോട് നമുക്കൊരു വിരോധമില്ല ജസ്ന. മതത്തെ വ്രണമേൽപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇടപെട്ടത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ജീവിക്കാം. അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ ഒരു സമുദായത്തെ തന്നെ അടിച്ചു താഴ്ത്തുന്ന ഈ ഒരു പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കോ മോളെ. ജസ്ന ഓരോരുത്തർക്കും മറുപടി കൊടുക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അത് ജസ്നയെ പറഞ്ഞത് കൊണ്ടാവാൻ ജസ്ന അങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അങ്ങനെയുള്ള ആളല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ജസ്ന ചെയ്യേണ്ടത്. ഞാനും അങ്ങനെയുള്ള ആളാണെന്നല്ല നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. വൃത്തികെട്ട രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ അവരോട് പകരം ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞിട്ടായിരിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അല്ലെങ്കിൽ നമ്മളും അവരും ഒരുപോലെ ആവില്ലേ? പിന്നെ മദ്രസയിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു. അത് നേരിട്ട് പോലീസിൽ പോയി പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി തന്നെ വേണം. അങ്ങനെ ഒരുപാട് മദ്രസകളിൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ എതിരെ നമ്മൾ നിയമ നടപടികളുമായി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്ന. അല്ലാതെ എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിൽ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ആക്ഷേപിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക. അല്ലാതെ എല്ലാവരെയും കുറ്റം പറയുകയും ഒരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയും അതൊക്കെ തെറ്റല്ലേ? ഞാൻ പറയുന്നത് ജസ്നക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്കൂ ജസ്ന. നമ്മളെല്ലാ വേഷവും കെട്ടുന്നത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ കെട്ടുന്ന വേഷം നല്ല വേഷമായിരിക്കണം, നമുക്ക് ചേരുന്ന വേഷമായിരിക്കണം. വേഷം കെട്ടലുകളൊക്കെ ഒരു ദിവസം അഴിഞ്ഞു പോകും, അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്ന മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതുപോലെ മതം വിറ്റ് ജീവിക്കുന്നവരുണ്ടെന്ന്. പക്ഷെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ് ജസ്ന. എല്ലാവരും ചെയ്തത് അവരവരുടെ മതം വിറ്റാണ് കാശാക്കിയത്. പക്ഷെ ജസ്ന ചെയ്തത്, നീ നിന്റെ മതത്തിന്റെ ചുമലിൽ കയറി മറ്റൊരു മതത്തെ വിൽക്കാൻ ശ്രമിച്ചു. അതാണ്. അത് എല്ലാവർക്കും ഇന്നും മനസ്സിലായി. അതാ സംഭവം. അപ്പോൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും കൂടി പറയാണ്, ജസ്ന ഒളിവിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരുപാട് തമ്മിൽ ഞാനും കണ്ടു, ജസ്ന ഒളിവിലാണ്. ജസ്നക്ക് ഹൈക്കോടതിയിൽ നിന്നും കേസ് വന്നത് ഉള്ളതാണ്. കലാപ ആഹ്വാനത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുറച്ചെങ്കിലും നന്മ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് ജസ്ന. മതസൗഹാർദ്ദത്തിൽ പോകുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ തൻ്റെ മതത്തെ അവഹേളിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ജസ്ന? അതെങ്ങനെയാണ് മതസൗഹാർദ്ദം ഉണ്ടാവുക? ഇതിപ്പോൾ ഹാരിഫ് ഹുസൈനൊക്കെ ചെയ്യുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. പഠിച്ച റബ്ബ് എല്ലാം നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.